അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമ്മുടെ കേരളം ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ലഹരി എന്ന ഏറ്റവും വലിയ മാരകമായ വിഷയം നമ്മുടെ കേരളത്തെ ഓരോ ചെറുപ്പക്കാരികളെ കാർന്നു തിന്നുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് ഓരോ വീടുകളിലും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉമ്മയെന്നില്ല, വാപ്പയെന്നില്ല, സഹോദരങ്ങളെന്നില്ല. ആ രൂപത്തിലേക്കാണ് ഇന്ന് കൊലപാതകങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നത്. പിറകിലെ ഓരോ രഹസ്യങ്ങളും അന്വേഷിക്കുമ്പോൾ പിറകിലുള്ളത് ഏറ്റവും വലിയ വില്ലനായി മാറുന്നത് ലഹരിയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും മാധ്യമങ്ങളും ലോകത്തുള്ള സാമൂഹ്യ പ്രവർത്തകരും മറ്റുമൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ആഞ്ഞടിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഓരോ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് സത്യം പറഞ്ഞാൽ ഒന്നിനും ഒരു പരിഹാരമുണ്ടാക്കാതെ നേതൃത്വങ്ങൾ അവർ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ്. അവർ ഒഴിഞ്ഞു നിന്ന് ചിരിക്കുന്നത് പോലെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയെയും തൻ്റെ കുടുംബത്തിലെ 5 പേരെ കൊലപാതകം നടത്തിയ സംഭവം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ തൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ട് ആക്രമിച്ചത് കണ്ടു. തൻ്റെ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് കണ്ടു. തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് യാസർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലഹരി കാരണം കൊണ്ട് തൻ്റെ സ്വന്തം ഭാര്യയെ അവിടെ നിന്ന് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. മകളെ കൊലപ്പെടുത്തുന്നത് കണ്ട് ഉമ്മയും ബാപ്പയും തടുക്കാൻ വേണ്ടി വന്നു. അവരെയും ആക്രമിച്ചു. അവരിന്ന് ഹോസ്പിറ്റലിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ലഹരി എന്ന് പറയുന്ന ഈ മാരകമായ വിഷം സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം. അതിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പെരുമാറിയിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് വരുന്നത്. നാളെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഉമ്മയും നമ്മുടെ ബാപ്പയും നമ്മുടെ ബന്ധപ്പെട്ടവരും ഭാര്യമാരൊക്കെ പിടഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടി വരും. ഇന്നലെ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ അല്ലെങ്കിൽ കുറച്ചപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത നാട്ടിൽ ഇങ്ങനെ കേട്ടിരുന്ന വാർത്തകൾ നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലേക്കും വരുമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വളരെയധികം വിഷമം പരിശുദ്ധ റമളാനിലാണ് ഈ കാബാലികൻ ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ. വല്ലാത്തൊരു വിഷമം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും നോമ്പ് തുറയുടെ കാര്യത്തിലാണെന്ന് യാസർ എന്ന് പറയുന്ന ഈ നരാധന അറിയാം. അത് കണ്ടറിഞ്ഞിട്ട് ആ കാര്യങ്ങൾ, കാരണം പുരുഷന്മാരെല്ലാവരും പള്ളിയിലായിരിക്കും, സ്ത്രീകളൊക്കെ വല്ലാത്ത ആ ക്ഷീണം കാരണത്താൽ ഇരിക്കുന്നൊരു സമയമാണ് നോമ്പ് തുറ. അതൊക്കെ അവൻ തക്കം ബാത്തുകൊണ്ട് കടന്നു വന്നു ആ പൊന്നുമോളെ കഴുത്തിന് ആഞ്ഞു വെട്ടി എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ പറയപ്പെടുന്നത്. എന്നിട്ട് അവിടുന്ന് വേഗം കൊലപാതകം നടത്തിയിട്ട് അവിടുന്ന് നേരെ പമ്പിൽ പോയി 2000 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് അതിൻ്റെ ക്യാഷ് പോലും കൊടുക്കാതെ സത്യം പറഞ്ഞാൽ അവൻ അവിടുന്ന് കടന്നു കളഞ്ഞു. തക്കതായിട്ടുള്ള ശിക്ഷ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് കൊടുക്കണം. നിയമം ഇതിന് വേണ്ട രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ പല ആളുകളും പറയുന്നുണ്ടല്ലോ, ഉമറിൻ്റെ ഭരണം നമുക്ക് കടന്നു വരണം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം വന്നിരുന്നെങ്കിൽ ഇന്ന് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊന്നവന് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ, കട്ടവൻ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ ഈ രൂപത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ലോകത്തൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മുടെ കേരളമൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് തെറ്റുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. തക്കതായിട്ടുള്ള ശിക്ഷയില്ല. അവരൊക്കെ പോലീസുകാർക്ക് അവർക്ക് വേണ്ട രൂപത്തിൽ നിയമം അവരെങ്ങനെ വല്ലാതെ ഇങ്ങനെ താലോലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അക്രമങ്ങൾ, അനീതികൾ നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവർക്കുള്ള മെഡിക്കൽ ചെക്കപ്പും ജയിലിൽ നല്ല ഭക്ഷണവും രൂപത്തിൽ അവിടെ ഇങ്ങനെ കൊടുത്ത് വളർത്തുകയാണ്. ഇത് നമുക്ക് തന്നെ അറിയാലോ, എത്രയോ പ്രതികൾ തെറ്റുകൾ ചെയ്തിട്ട് അവരൊക്കെ നമ്മുടെ മുമ്പിലൂടെ ഇന്ന് നടന്നു പോകുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വല്ല പെൻസിൽ പോലെ ഇങ്ങനെ നിന്നിരുന്ന ആളുകൾ ഇന്ന് അവർ സത്യം പറഞ്ഞാൽ തടിച്ച് കൊഴുത്തിട്ടാണ് ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ അവിടെ ഫോട്ടോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം? അവർക്ക് വേണ്ട രൂപത്തിൽ ശിക്ഷയല്ല കൊടുക്കുന്നത്, അവർക്ക് പരിചരണങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. ചെയ്ത തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുന്നില്ല എന്ന് ഓരോ പ്രതികളുടെ മുഖത്തും എൻ്റെ പ്രിയമുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ ഈ പറയുന്ന പെൺകുട്ടി തന്നെ ലഹരി തൻ്റെ ഭർത്താവ് അവിടെ നിന്ന് അടിച്ചു വരുന്ന വിഷയങ്ങളും അക്രമ കാരണത്താലുമൊക്കെ പോലീസിൽ പരാതി ഒരു തവണ കൊടുത്തതാണ്.
എന്നിട്ട് പോലും എൻ്റെ പ്രിയമുള്ളവരെ പോലീസ് തക്കതായിട്ടുള്ളൊരു തീരുമാനം വന്നെടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകുമായിരുന്നോ? അതിനിടയിൽ വേറെ ഏറ്റവും കൂടുതൽ നമ്മുടെ പെൺമക്കളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ എന്നും നമ്മുടെ മാതാപിതാക്കളാണ്. അവർ നമുക്ക് നന്മയുടെ ഭക്ഷമേ കാണിച്ചു തരുള്ളൂ. ഈ യാസർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയും പ്രണയത്തിലായി, അവരെ ഇഷ്ടത്തിലായി, അവർ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അതിന് എതിരായിരുന്നു. കാരണം അതവർക്ക് റാഹത്തായിട്ട് തോന്നിയിട്ടില്ല, നന്മയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അവർ എതിര് നിന്നു. പക്ഷേ ഈ പെൺകുട്ടി പറയാണ് എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞ് അവർ ഇഷ്ടപ്രകാരം അവർ രജിസ്റ്റർ മാരേജൊക്കെ കഴിഞ്ഞ ജീവിതമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, പിന്നീടൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു കാബാലികൻ്റെ, ഈ കൊലപാതകൻ്റെ, ഈ പ്രതിയുടെ, തൻ്റെ ഭർത്താവെന്ന് പറഞ്ഞവൻ്റെ അവൻ്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയ, എൻ്റെ വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരെ മതി എന്ന് പറഞ്ഞിട്ട് പോയ ആ പെൺകുട്ടി അവസാനം തൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെ അടുത്ത് തന്നെ അഭയം പ്രാപിക്കേണ്ടി വരികയാണ്. അവരഭയം കൊടുക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് വാപ്പയും എന്ന് പറഞ്ഞാൽ. എത്ര നമ്മൾ എന്ത് ചെയ്താലും, എത്ര നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു പോയാലും അവിടെ മനസ്സിനകത്ത് നൊന്ത് പ്രസവിച്ചതിൻ്റെ വേദന ഉണ്ടാകും. വളർത്തി വലുതാക്കിയതിൻ്റെ വേദന വാപ്പാൻ്റെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് ആ വാപ്പയും ഉമ്മയും ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്വീകരിച്ച വീട്ടിലെ താമസം, അതിനിടയ്ക്കാണ് ഈ ചെറുപ്പക്കാരൻ കയറി വരുന്നത്. മാതാപിതാക്കളുടെ വാക്ക് നമ്മൾ നിരാകരിക്കരുത്, ഒരിക്കലും തട്ടിക്കളയരുത്. കാരണം അവർ പറയുക നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിന്തിച്ചിട്ടും നമ്മെ ഓർത്തിട്ടുമാണ് അവർ ഓരോ നിമിഷങ്ങളും കഴിച്ചു കൂട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വാപ്പാൻ്റെ മുതുക് വളഞ്ഞു പോയത് നമുക്ക് വേണ്ടിയിട്ട് ചുമട് ഏറ്റിയത് കൊണ്ടാണ്. നമ്മുടെ ഉമ്മാൻ്റെ തോലൊക്കെ ചുക്കി ചുളഞ്ഞു പോയത് നമുക്ക് വേണ്ടിയിട്ട് കരഞ്ഞത് കൊണ്ടാണ്. അവിടെ കണ്ണിൻ്റെ കാഴ്ച പോയത് നമുക്ക് വേണ്ടി കരഞ്ഞത് ചെയ്തിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അള്ളാഹു താല നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അതിൻ്റെ തൊട്ട് മുമ്പാണ്, കുറച്ചു മുമ്പ് ആശിക്കെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ ലഹരി അടിച്ച് വന്ന് തൻ്റെ ഉമ്മാനെ കഴുത്തറുത്ത്, രോഗിയായ തൻ്റെ ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ യാസറും ഇദ്ദേഹവും കൂട്ടുകാരനായിരുന്നു, അത്ര വല്ലാത്ത ഫ്രണ്ട്സായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ലഹരി എന്ന് പറയുന്ന ഈ വലിയ വിഷം നമ്മുടെ വീടിൻ്റെ ഉള്ളറയിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഇന്ന് അതില്ലാതെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണുള്ളത്. അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർക്ക് ഒരുപാട് നേതൃത്വങ്ങൾ ഇന്ന് അവർക്കുണ്ട്. അത് എത്തിച്ചു കൊടുക്കാനും കൂട്ടുകെട്ടിനും അവർക്ക് സപ്പോർട്ട് പറയാനുമൊക്കെ. എന്നിട്ട് അതിലൂടെ അവരിങ്ങനെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണുള്ളത്. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം നമ്മൾ ആ വിഷയം. അള്ളാഹു താല നമ്മൾ നന്മ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഈ സാമൂഹിക പ്രവർത്തകരുമൊക്കെ ഇന്ന് ഇതിനെതിരെ പറയുന്നുണ്ടെങ്കിലും ഒന്നിനും ഒരു പരിഹാരം കാണുന്നില്ല. നേതൃത്വങ്ങൾ മൗനം പാലിക്കുന്നത് പോലെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നിൽക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരുപാട് ഭാര്യമാർ ജീവിതമറ്റ് പിടഞ്ഞു വീഴുന്നു, ഒരുപാട് ഉമ്മമാർ കട്ടിലുകളിൽ അവിടുന്ന് തലയറ്റ ശരീരമായിട്ട് കിടക്കുന്നു, ഒരുപാട് സഹോദരിമാർ തലയടിച്ചു പൊട്ടിച്ച് അവർ രക്തം വാർന്ന് വരാന്തരങ്ങളിൽ കിടക്കുന്നു. ഇതൊക്കെ ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. എന്തേ? ഇവിടുത്തെ വില്ലൻ ലഹരിയാണ്. അത് അധികാരവർഗങ്ങൾ മൗനം പാലിക്കുന്നത് കൊണ്ടാണ് എന്ന് 100% ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ നൽകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയെങ്കിലും നിയമമേ നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ, നിയമപാലകരെ നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ എന്ന് അവസാനമായിട്ട് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.